ബി ഗോപകുമാറിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. കാരണം ചാത്തന്നൂരിലെ നായകനാണ്. കൊല്ലം ജില്ലയിൽ 42,000 വോട്ടുകൾ നേടിയ ഒരു നായകനാണ് നമ്മളെ നയിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് 2ാം സ്ഥാനത്ത് വരാമെങ്കിൽ എന്തുകൊണ്ട് 7 നിയോജക മണ്ഡലങ്ങളിലും ഒപ്പം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് എന്തുകൊണ്ട് 1ാമത് വന്നുകൂടാ? നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. കാലങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ പറയുമായിരുന്നു, BJPക്ക് വോട്ട് ചെയ്താൽ വോട്ട് പാഴാവും, എന്തിനാ വോട്ട് ചെയ്യുന്നതെന്ന്. ഇത്രയും കാലം നമ്മുടെ ജീവിതം പാഴാക്കിയത് ഇടതിനും വലതിനും നമ്മൾ വോട്ട് ചെയ്തിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 1-2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. അതിന് മുൻപായിട്ട് I want to express my sincere gratitude to our esteemed guest, the Honorable Deputy Chief Minister of Maharashtra, Sri Devendra Fadnavis, for joining us today and inaugurating this NDA convention in Kollam. Give a big hand. വലിയൊരു കൈയ്യടി കൊടുക്കൂ. നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന നായകനാണ് അദ്ദേഹം. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ കേരളീയർ പ്രബുദ്ധരാണെന്നൊക്കെ നമ്മൾ പറയും. ആ പ്രബുദ്ധത പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ തെറ്റായ ബട്ടണിൽ നമ്മൾ ഞെക്കാറുണ്ട്. അതിൻ്റെയാണ് ഈ ദുരിതം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ കാര്യം, ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇവിടെ നിൽക്കുന്നവർക്കറിയാം, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? നിങ്ങൾ പറയൂ, ആരാണ് ജയിക്കാൻ പോകുന്നത്? ആണല്ലോ. എത്ര സീറ്റാണ് നേടാൻ പോകുന്നത്? അബ്കി ബാർ 400 ബാർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് ആരാണ് ജയിക്കാൻ പോകുന്നത്? BJP ആണ് ജയിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് വിടേണ്ടത് ആരെയാണ്? BJPയുടെ പ്രതിനിധിയാണോ ആ അവിയൽ മുന്നണിയായ ഇന്ത്യയുടെ ആൾക്കാരെയാണോ അയക്കേണ്ടത്? നിങ്ങൾ പറയൂ, ആരെയാണ് ജയിപ്പിച്ചു വിടേണ്ടത്? ആണല്ലോ. അപ്പോ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇത്തവണ ജയിക്കാൻ പോകുന്നത് BJP ആണ്. ഇതിനു മുമ്പൊക്കെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷന്റെ തീരുമാനം, റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആര് ജയിക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇലക്ഷന് മുൻപ് തന്നെ റിസൾട്ട് വന്നിരിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ സർക്കാരാണ് ഭരണത്തിൽ വരാൻ പോകുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം, കാരണം 2014 ഇലക്ഷന്റെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ചർച്ചയ്ക്ക് വന്നത്? തീവ്രവാദവും കൊടുമ്പിരി കൊണ്ട അഴിമതിയും. ഓർക്കുന്നുണ്ടല്ലോ 2G സ്പെക്ട്രം കേസ്. ആ കേസ് 10,000 കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. 10 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരേ വിഷയം മാത്രം, ഈ രാജ്യത്തിന്റെ വികസനം മാത്രമാണ് സംസാരിക്കുന്നത്. വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മാതാപിതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കൊല്ലത്തുള്ള എല്ലാവരും ചിന്തിക്കൂ. നമ്മുടെ വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് ഭാരതത്തിലുള്ള ആ ചിന്തയുള്ളത്. അതാണ് നമ്മുടെ നരേന്ദ്രമോദിജി. അദ്ദേഹത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ എല്ലാ പദ്ധതികളും അതേപോലെ ഈ കൊല്ലത്തും വരണം, പുനലൂരിലും വരണം, ചവറയിലും വരണം, എല്ലായിടത്തും വരണമെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ സഹായിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രതിനിധിയിലൂടെ ഇവിടെ വികസനം കൊണ്ടുവരണം. ഇവിടെ ഇപ്പോ 40 കൊല്ലം അടഞ്ഞു കിടന്ന നമ്മുടെ ബൈപ്പാസ് 2014 തുടങ്ങിയപ്പോൾ ഒരു ഒളിപ്പുമില്ലാതെ ഇവിടുത്തെ MP അവിടെ ഫ്ലെക്സും വെച്ച് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രിസഭ, അതായത് ലോക്സഭ തീരാറായപ്പോൾ അദ്ദേഹം, അതായത് ഇവിടുത്തെ MP പോയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, തെറ്റില്ല, അദ്ദേഹം വിളിച്ചു പോകുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മികച്ച പ്രധാനമന്ത്രിയുടെ കൂടെ ഞാൻ ഇരിക്കുന്നു. അപ്പോ പ്രതിപക്ഷം പോലും പറയുന്നത് എന്താണ്? നമുക്ക് നരേന്ദ്രമോദിയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിന് പോലും ഖർഗേജി ആ പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞ 400 ബാർ. അപ്പൊ അവര് പോലും പറയുന്നു BJP ആണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങണം. ഓരോരുത്തരും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ്, RSP, എല്ലാ സഹോദരങ്ങൾക്കും നമ്മൾ പറയേണ്ടതാണ്, നിങ്ങൾക്ക് പറയാം, നമ്മൾക്കും അറിയാം, നരേന്ദ്രമോദി സർക്കാരാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്കൊരു ഡൽഹിയിൽ വരെ ശബ്ദം എത്തത്തക്ക രീതിയിൽ നമുക്ക് പറയണം, ആപ്കി ബാർ പോരാ, 400 ബാർ ഒച്ചത്തി പറയണം. കാരണം അത് ആകാശം വഴി ദേവലോകത്തെത്തേണ്ടതാണ്. ആപ്കി ബാർ, ആപ്കി ബാർ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി സഹോദരങ്ങളെ, നന്ദി.